ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ആൻഡ് റെഡ് ഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചൈനീസ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡ്രാഗൺ ചിക്കനാണ്. അത് നല്ലൊരു സ്റ്റാർട്ടർ കൂടിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് ഇതേപോലെയാണ് ചിക്കൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. നീളത്തിൽ കട്ട് കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ എല്ലുള്ള പീസൊക്കെ ഒഴിവാക്കണം. 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ നല്ലൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതിന് കോൺഫ്ലവർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേശ്ശെ അത് ആഡ് ചെയ്തിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്താൽ മതി. അടുത്തായിട്ട് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും പിന്നെ 1 ടീസ്പൂൺ സോയ സോസുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചുകൂടി കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്താൽ മതി. ഒരു മുട്ടയുടെ വൈറ്റ് മാത്രമാണിത്. അതുകൊണ്ട് ഇന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്നായി കിട്ടുന്നത് ഒന്ന് തിരിച്ചിടണം. ഫസ്റ്റ് ഇട്ടത് അത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കന് വേണ്ടുന്ന സോസ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും സവാളയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ആ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഡ്രൈ ചില്ലി ഇട്ടിട്ടുണ്ട്. 2 ഡ്രൈ ചില്ലിയാണ് ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. തീ നന്നായിട്ട് കൂട്ടി വെച്ചോളൂ. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വിടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കതിലേക്ക് അതിൽ ആവശ്യമുള്ള സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് 2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ ചില്ലി സോസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി സോസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 നുള്ള് പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രാഗൺ ചിക്കൻ എപ്പോഴും എരിവും മധുരവും ഒക്കെ ചേർന്നൊരു രൂപമാണ്. അപ്പോൾ ഇനി നമ്മുടെ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇത് കിടന്നൊന്നാവട്ടെ, ഫ്രൈ ആവട്ടെ. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് ഒക്കെ തരണം കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.